Dear friends, welcome back to Law Lecture series. Law lectures continue. Now we are discussing of bailment and pledge. In our previous classes, we have discussed in detail about what are the various duties of bailer and bailee. ബെയിൽമെൻറ്റിനെ കുറിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബെയിലീസ് ലീൻ, വേരിയസ് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ബെയിലീസ് ലീൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഇങ്ങനെ ബെയിൽമെൻറ്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി രണ്ടാമത്തെ ടേമായിട്ടുള്ള പ്ലഡ്ജിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. വാട്ട് ഈസ് പ്ലഡ്ജ്? ഒരു ബെയിൽമെൻറ്റ് കരാറ് തന്നെയാണ് പ്ലഡ്ജ്. എപ്പോഴാണ് ഒരു ബെയിൽമെൻറ്റ് പ്ലഡ്ജ് ആവുന്നത്? ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഈസ് കോൾഡ് പ്ലഡ്ജ്. പ്ലഡ്ജ് ഈസ് അതർവൈസ് നോൺ ആസ് പോൺ. ഒരു ബെയിൽമെൻറ്റ് പ്ലഡ്ജ് ആവുന്നത് സെക്യൂരിറ്റി ആയിട്ട് ഗുഡ്സ് നൽകുമ്പോഴാണ്. ഒരു ലോണ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൻ്റെ പ്രോമിസ് ലഭിക്കാൻ വേണ്ടി ഒരു ഗുഡ്സ് കൊടുക്കുന്ന സമയത്താണ് ബെയിൽമെൻറ്റ് പ്ലഡ്ജ് ആവുന്നത്. പ്ലഡ്ജ് പോൺ എന്നും അറിയപ്പെടാറുണ്ട്. ഒരു ലോണ് ലഭിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ആയിട്ടൊരു പ്രോപ്പർട്ടി വെക്കുകയാണ്, മൂവബിൾ ഗുഡ്സ്. എന്നാൽ മാത്രമേ അത് പ്ലഡ്ജിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. മൂവബിൾ ഗുഡ്സ് ആവണം. ബെയിൽമെൻറ്റ് കരാറാവണമെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂവബിൾ ഗുഡ്സ് ആവണം. അതേപോലെ ഒരു ബെയിൽമെൻറ്റ് കരാർ തന്നെയാണ് പ്ലഡ്ജ്, എങ്കിലും ആസ് എ സെക്യൂരിറ്റി എന്നാവുമ്പോൾ പേര് മാറി പ്ലഡ്ജ് എന്നാണ് പറയാം. ലോണ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്, ഒരു വാഗ്ദാനം നിറവേറ്റി കിട്ടാൻ വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനെയാണ് പ്ലഡ്ജ് ഓർ പോൺ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ പ്ലഡ്ജ് കരാറിലും ബെയിൽമെൻറ്റ് പോലെ തന്നെ ടു പാർട്ടീസ് ആർ ദർ. ബെയിൽമെൻറ്റിൽ നമ്മൾ ബെയിലർ ആൻഡ് ബെയിലി എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഇവിടെ ബെയിലറുടെ സ്ഥാനത്ത് ഓണർ ഓഫ് ദ ഗുഡ്സ് പ്ലഡ്ജറാണ്. പ്ലഡ്ജർ ഓർ പോണർ. പ്ലഡ്ജർ ഓർ പോണർ ബെയിലറുടെ സ്ഥാനത്ത്. അതേപോലെ ബെയിലിയുടെ സ്ഥാനത്ത് പ്ലഡ്ജി ഓർ പോണി എന്നാണ് പറയാം. ബെയിലർ ഈസ് കോൾഡ് പ്ലഡ്ജർ ഓർ പോണർ ആൻഡ് ബെയിലി ഈസ് കോൾഡ് പ്ലഡ്ജി ഓർ പോണി. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലഡ്ജ് എന്ന് പറയപ്പെടുന്നത്. സെക്ഷൻ 122 to 181 ആണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 172 to 181 ഇവിടെയാണ് പ്ലഡ്ജിനെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാം പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. പൊതുവേ ഒരു പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ, പണയപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ ഓണർ ആവണം, അതിൽ സംശയമില്ല. നീഡ്ലെസ് ടു സേ ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ക്യാൻ ഓൾവേസ് മേക്ക് എ വാലിഡ് പ്ലഡ്ജ്. ഒരു വസ്തുവിൻ്റെ ഓണർക്ക്, ഒരു മൂവബിൾ ഗുഡിൻ്റെ ഓണർക്ക് അതെപ്പോൾ വേണമെങ്കിലും പണയപ്പെടുത്താം, ഇത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് ദ ഓണർ ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചില സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓണർ അല്ലാത്ത ആൾക്കും ഗുഡ്സ് പണയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. എ മർക്കൻറ്റൈൽ ഏജൻറ്റ് ഹൂ ഈസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ്. മർക്കൻറ്റൈൽ ഏജൻറ്റിന് ഗുഡ്സിൻ്റെ വാലിഡ് പ്ലഡ്ജ് നടത്താൻ വേണ്ടി സാധിക്കും. മർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പൽ ഷുഡ് ബി ദർ. ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും, ഓണർ അയാളാണ്. അദ്ദേഹം കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു.
ഏൽപ്പിക്കപ്പെടുന്ന ആളാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ശേഷം പഠിക്കുന്നൊരു ചാപ്റ്ററാണ് ഏജൻസി കോൺട്രാക്റ്റ്. അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും ആരാണ് മർക്കൻറ്റൈൽ ഏജൻറ്റ് എന്നൊക്കെ. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു മർക്കൻറ്റൈൽ ഏജൻറ്റിന് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഗുഡ്സ് യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ ഓണറല്ല, കച്ചവടം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളാണ്. എങ്കിലും അദ്ദേഹത്തിന് വാലിഡ് പ്ലഡ്ജ് നടത്താൻ വേണ്ടി സാധിക്കും. ആ ഒരു ഗുഡ്സ് പണയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. പ്ലഡ്ജ് അവിടെ വാലിഡാണ്. ഓണർ അല്ലെങ്കിലും പ്ലഡ്ജ് വാലിഡാണ്, കാരണം അദ്ദേഹം മർക്കൻറ്റൈൽ ഏജൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ അതാണ്. എ മർക്കൻറ്റൈൽ ഏജൻറ്റ് ക്യാൻ മേക്ക് വാലിഡ് പ്ലഡ്ജ്. The next is, when a person pledges goods in which he has only a limited interest, pledge is valid to the extent of that interest. ഒരു പ്രോപ്പർട്ടിയിൽ ഒരാൾക്ക് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്നാൽ അദ്ദേഹത്തിന് ആ ലിമിറ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു പരിധി വെച്ചുകൊണ്ട് അതിനെ പണയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ലോണ് വാങ്ങിക്കാനും മറ്റ് പെർഫോമൻസ് ഓഫ് പ്രോമിസ് എൻഗേജ് ആക്കാനൊക്കെ സാധിക്കും. ഉദാഹരണത്തിന്, എ തൻ്റെ വാച്ച് ബിയുടെ അടുത്ത് പണയപ്പെടുത്തി 1000 രൂപ വാങ്ങാൻ വേണ്ടി. എക്ക് 1000 രൂപ ലഭിച്ചു. എ തൻ്റെ വാച്ച് ബിയുടെ അടുത്ത് പണയപ്പെടുത്തി. പൊതുവേ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന പ്രോപ്പർട്ടിക്ക് അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ ലോൺ എമൗണ്ടിനേക്കാളും കൂടുതൽ വരും. അങ്ങനെയാണ് പൊതുവേ സംഭവിക്കാറ്. അപ്പോൾ ബി ആ വാച്ച് ഒരു 500 രൂപക്ക് സിക്ക് പ്ലഡ്ജ് ചെയ്തു. ബിക്ക് ഒരു 500 രൂപയുടെ ആവശ്യം വന്നു. അങ്ങനെ ബി വാച്ച് സി കൊടുക്കുകയും, ബി അപ്പോൾ വാച്ചിൻ്റെ ഓണറല്ല, എ ആണ് ഓണർ. അപ്പോൾ ബിക്ക് അതിലൊരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, കാരണം 1000 രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വാച്ചിൻ്റെ വില കൂടിയ വാച്ചാണ്, 1000 രൂപ അല്ല. അപ്പോൾ 1000 രൂപയാണ് ബി എക്ക് കൊടുത്തത്. അപ്പോൾ ബിക്ക് ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് അതിലുണ്ട്. അപ്പോൾ ആ ഒരു 1000 രൂപയുടെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ബിക്ക് വേണമെങ്കിൽ ഒരു 500 രൂപയ്ക്ക് സിക്ക് അത് പണയപ്പെടുത്താനും, അങ്ങനെ എ ക്യാഷ് തിരിച്ചു നൽകിയാൽ വാച്ച് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ രൂപത്തിൽ വാലിഡ് പ്ലഡ്ജാണ്. ക്ലിയർ? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ലിമിറ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റ്, ആ ഒരു പരിധി വെച്ചുകൊണ്ട് പണയപ്പെടുത്താവുന്നതാണ്. മറ്റൊന്നാണ്, പേഴ്സൺസ് ഹാവിങ് പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ് ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ് ആസ് ലോങ് ആസ് ദ കോൺട്രാക്റ്റ് ഈസ് നോട്ട് ക്യാൻസൽഡ്. വോയിഡബിൾ കോൺട്രാക്റ്റ്, യുനോ, കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ട്. നമ്മൾ പഠിച്ചാണ്. ഇപ്പോൾ വോയിഡബിൾ എന്ന് പറഞ്ഞാൽ ഈ വാലിഡിൻ്റെയും വോയിഡിൻ്റെയും ഇടയിലുള്ളതാണ്. വാലിഡും അല്ല വോയിഡും അല്ല, വോയിഡ് ആയേക്കാവുന്ന, ഇപ്പോൾ വാലിഡാണ്, ആ രൂപത്തിലുള്ള ഒരു കരാർ. ഭാവിയിൽ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്തേക്കാം. അത്തരത്തിലുള്ള കരാറാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വോയിഡബിൾ കോൺട്രാക്റ്റ് പ്രകാരമാണ് ഒരാളുടെ കയ്യിലൊരു പ്രോപ്പർട്ടി എത്തിച്ചേർന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഒരു പാർട്ടി ആ ഗുഡ്സ്, വോയിഡബിൾ കോൺട്രാക്റ്റ് പ്രകാരം ലഭിച്ച ഗുഡ്സ് പണയപ്പെടുത്തിയാൽ ആ ഒരു പ്ലഡ്ജ് വാലിഡ് പ്ലഡ്ജാണ്. ആസ് ലോങ് ആസ് ദ കോൺട്രാക്റ്റ് ഈസ് നോട്ട് ക്യാൻസൽഡ്. ആ കരാറ് അവസാനിക്കാത്ത കാലത്തോളം. കരാർ ക്യാൻസൽ ചെയ്താൽ അവിടെ പണയപ്പെടുത്തലും ഇൻവാലിഡായി. കരാർ നിലനിൽക്കുന്ന കാലത്തോളം, ക്യാൻസൽ ആവുന്നത് വരെ ഇയാൾക്ക് ആ ഒരു ഗുഡ്സ് വാലിഡ് പ്ലഡ്ജ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ്, വൺ ഓഫ് ദ കോ ഓണേഴ്സ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ് ഓഫ് ദ ഗുഡ്സ്. കോ ഓണേഴ്സ്, ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥർ, ഒന്നിലധികം ആളുകൾ ആണ് ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കോ ഓണേഴ്സ്, അതിൽ കോ ഓണേഴ്സിൽ വൺ ഓഫ് ദ ഓണേഴ്സ്, ഒരാൾക്ക് വേണമെങ്കിൽ ആ ഗുഡ്സ് പണയപ്പെടുത്താൻ വേണ്ടി സാധിക്കും.
പ്ലഡ്ജ് വാലിഡാണ്. ഓക്കെ, കോ ഓണറായാലും ഒരാൾ പണയപ്പെടുത്തിയാൽ ആ ഒരു പ്ലഡ്ജ് വാലിഡാണ്. ഓക്കെ, ദീസ് ആർ ദ circumstances in which non-owner can make a valid pledge. Okay.